GCC രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ചും SME സെക്ടറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇസ്രായേൽ ഇറാൻ യുദ്ധം നമ്മളെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ച് സൗദി അറേബ്യ, UAE, ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും പല ഗവൺമെൻറ് പ്രോജക്റ്റുകളും എന്തായിട്ട് നിർത്തിവെച്ചിട്ടുണ്ട്. പല പ്രോജക്റ്റുകളും പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതെല്ലാ സെക്ടറിനെയും ബാധിക്കും. എംപ്ലോയേഴ്സ്, കമ്പനീസ് കോസ്റ്റ് കട്ടിങ് സ്ട്രാറ്റജിയിലേക്ക് പോകും, ഒരു റീകണ്ടീഷനിങ്ങിലേക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ സാലറി റിഡക്ഷൻ, വെക്കേഷൻ എക്സ്റ്റൻഷൻ, നിർബന്ധിത ലീവിന് പറഞ്ഞേക്കൽ, ഓവർ ടൈം കട്ടിങ് പോലുള്ള പല സ്ട്രാറ്റജികളും പല മൂവ്മെൻറ്റുകളും മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഒരു പ്രൊഫഷണൽസ് എന്നുള്ള രീതിയിൽ പലപ്പോഴും അത്തരം ഇങ്ങനെയുള്ള ക്രൈസിസുകളിൽ സ്വാഭാവികമായിട്ടും കമ്പനീസും മാനേജ്മെൻറ്റും ഒക്കെ സ്വീകരിക്കേണ്ട നിലപാടുകളും നടപടികളുമാണത്. അതിനെ എംപ്ലോയീസ്, സ്റ്റാഫ് എന്നുള്ള രീതിയിൽ, കമ്പനിയുടെ ടീം മെമ്പർ എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും അതിനെന്ത് ചെയ്യണം, സഹകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സ്വാഭാവികമായിട്ടൊരു ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻ ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ കുടുംബമൊക്കെ അത് എന്ത് ചെയ്യേണ്ടി വരും, അതിൻ്റെ സ്ട്രഗിളിൻ്റെ ഭാഗമാവും. അതിനനുസരിച്ച് ആ ഒരു സ്ട്രഗിൾ മുൻകൂട്ടി വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ചില തയ്യാറെടുപ്പുകൾ നടത്തുക. ഒന്ന്, നമ്മുടെ കുടുംബത്തെ ബോധവൽക്കരിക്കുക. വരാൻ സാധ്യതയുള്ള ചിലവുകളെയൊക്കെ പരമാവധി ഒഴിവാക്കുക. കുറയ്ക്കാവുന്ന ചിലവുകളൊക്കെ പരമാവധി കുറച്ച് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ വലിയ സാമ്പത്തിക ബാധ്യതകളിലേക്ക് പോയി വീഴാനുള്ള സാധ്യതയുണ്ട്. അതിനെ മുൻകൂട്ടി കാണണം എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്.